ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലുകൾ വ്യാജമാണെന്നുള്ള വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് താൻ ഒളിവിലാണെന്നുള്ള വാദങ്ങളെ തള്ളിക്കൊണ്ട് ലോറി ഉടമ മനാഫ് രംഗത്ത് വന്നിരിക്കുകയാണ്. താൻ ജയിലിലാണെന്നും മാധ്യമങ്ങൾ തന്നെ വേട്ടയാടുകയാണെന്നൊക്കെയാണ് മനാഫ് പുറത്തിറക്കിയ വീഡിയോയിൽ പറയുന്നത്. ധർമ്മസ്ഥല കൂട്ടക്കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ചെയ്തതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതികരണം. ഞാനിപ്പോൾ ജയിലിലാണ് ഉള്ളത്. കുറച്ച് ദിവസങ്ങളിലായി ഒരേ വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. എന്നെ ജയിലിലാക്കാൻ വേണ്ടി കേരളത്തിൽ ഇപ്പോൾ കുറച്ച് മാധ്യമങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ജീവപര്യന്തമാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ കൊലക്കുറ്റത്തിന് തൂക്കിക്കൊല്ലാനാണ് വിധിച്ചത്. ഇപ്പോൾ ജയിലിലാണ്. അൽ ജസീറയെ കൊണ്ടുവന്നത് ഞാനാണ് എന്നാണ് പറയുന്നത്. വിഷയത്തിൽ കോടിക്കണക്കിന് രൂപ എനിക്ക് വന്നിട്ടുണ്ടത്രേ. എവിടെ നിന്നാണ് വന്നതെന്നൊന്നും അവർ പറയുന്നില്ല. എന്നെ കർണാടക പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയത്രേ. എന്തിനാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കേരളത്തിലുള്ളവരെ ഞാൻ ഈ വിഷയം അറിയിച്ചു. ഇത്രയും വലിയ കൂട്ടക്കൊലപാതകം ലോകത്തെ അറിയിച്ചത് എന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. എനിക്ക് അമ്മമാരുടെ കണ്ണീര് കാണാൻ ആഗ്രഹമില്ല. കൊല്ലപ്പെട്ടവർക്ക് നീതി ലഭിക്കണം. ഈ തെറ്റിനാണ് ഞാൻ ഇപ്പോൾ ജയിലിൽ അകപ്പെട്ടിരിക്കുന്നത്. ന്യായം കിട്ടണമെന്ന് ആഗ്രഹിച്ചതാണ് എന്റെ തെറ്റ്. അതുപോലെ തന്നെ സുജാത ഭട്ട് എന്ന സ്ത്രീ പറയുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ സ്ഥലത്തു നിന്ന് കിട്ടിയില്ലെങ്കിൽ പോലും 1-2 സ്ഥലത്തു നിന്ന് കിട്ടിയ അസ്ഥികൾ മനുഷ്യന്റേതാണല്ലോ. അത് ആരുടേതാണ് എന്നാണ് മനാഫ് ചോദിക്കുന്നത്. കൊലപാതകം ആരെ എന്തിനു ചെയ്തു എന്ന് ചോദിച്ചതാണ് തെറ്റ് ചെയ്തത്. ഏത് പോലീസ് വന്നാലും പ്രശ്നമില്ല. തെറ്റുണ്ടെങ്കിൽ തന്നെ തൂക്കിക്കൊല്ലാവുന്നതാണെന്ന് മനാഫ് പറയുന്നുണ്ട്. ന്യായത്തിന് വേണ്ടിയാണ് ഞാൻ സംസാരിച്ചത്. ഇനിയും സംസാരിക്കും. നീതിക്ക് വേണ്ടി പോരാടും. മരിക്കുകയാണെങ്കിൽ സന്തോഷത്തോടെ സ്വീകരിക്കും. ഷിരൂരിലും സമാനമായിട്ടുള്ള പ്രചാരണങ്ങൾ നേരിട്ടൊന്നും ഇന്നും വേട്ടയാടപ്പെടുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ പോരാട്ടത്തിൽ അവസാനം വരെ നിലയുറപ്പിക്കും. എന്ത് പ്രയാസമുണ്ടായാലും നേരിടും. എന്നെ പോലെ കൂടുതൽ പേർ രംഗത്ത് വരണമെന്ന് മനാഫ് തന്റെ യൂട്യൂബിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലൂടെയാണ് അദ്ദേഹം ഈ ഒരു പ്രതികരണം അറിയിച്ചിരിക്കുന്നത്. ഷിരൂരിലെ മണ്ണിടിച്ചിലിൽ മരണപ്പെട്ട അർജുന്റെ ലോറിയുടെ ഉടമയായിരുന്നു മനാഫ്. ഷിരൂർ സംഭവത്തിലൂടെ ശ്രദ്ധ നേടിയ അദ്ദേഹം ലോറി ഉടമ മനാഫ് എന്ന പേരിൽ യൂട്യൂബ് ചാനൽ ആരംഭിക്കുകയും ധർമ്മസ്ഥല സംഭവങ്ങളുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം തന്നെ ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ വ്യാജമാണെന്ന് കണ്ടെത്തിയതോടെ വെളിപ്പെടുത്തൽ ആദ്യം റിപ്പോർട്ട് ചെയ്ത യൂട്യൂബ് ചാനൽ ഉടമയെ അന്വേഷണ സംഘം ചോദ്യം ചെയ്തതായിട്ടുള്ള റിപ്പോർട്ടുമുണ്ട്. സമീർ എന്നയാളാണ് ബെൽത്താങ്കടിയിലെ ഓഫീസിലെ SIT ചോദ്യം ചെയ്യുന്നത്. ഇയാൾക്ക് ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ടവർ നേരത്തെ ആരോപിച്ചിരുന്നു. ഈ സംഭവത്തിന് കൂടുതൽ അന്വേഷണങ്ങൾ ഇപ്പോൾ നടക്കുകയാണ്. അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളിയായ CN ചിന്നയ്യ ഹാജരാക്കിയ തലയോട്ടിയെ പറ്റി SIT അന്വേഷണം നടത്തുകയാണ്. ഈ തലയോട്ടി ആരുടേതാണെന്ന് കണ്ടെത്താനാണ് SITയുടെ തീരുമാനം. തലയോട്ടിയിലുണ്ടായിരുന്ന മണ്ണ് ധർമ്മസ്ഥലയിലെ മണ്ണുമായി യോജിക്കുന്നില്ല എന്നുള്ളത് ഫോറൻസിക് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. എന്തായാലും വലിയൊരു ഗൂഢാലോചന തന്നെ ഈ ഒരു വെളിപ്പെടുത്തലിന് പിന്നിലുണ്ടെന്ന് കണ്ടെത്തുകയാണ്. 2023 ഡിസംബറിൽ ഒരു സംഘം 2 ലക്ഷം രൂപ നൽകിയെന്ന് ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. അതേസമയം തന്നെ തന്റെ മകൾ മരിച്ചു പോയെന്നൊക്കെ ലോകത്തിൽ ഏതെങ്കിലും ഒരു അമ്മ കളവ് പറയുമോ? പക്ഷെ ഇല്ലാത്ത മകളുടെ ഇല്ലാത്ത മരണത്തിന്റെ പേരിലാണ് സുജാത ഭട്ട് കർണാടക പോലീസിനെയും ഇന്ത്യൻ മാധ്യമങ്ങളെ മൊത്തത്തിൽ കബളിപ്പിച്ചത്. ശുചീകരണ തൊഴിലാളിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് 22 വർഷങ്ങൾക്ക് മുൻപ് ധർമ്മസ്ഥലിൽ വെച്ച് കാണാതായ തന്റെ മകളുടെ അസ്ഥിയെങ്കിലും എടുത്തു തരണമെന്നുള്ള അഭ്യർത്ഥനയോടെയാണ് ആ അമ്മ രംഗത്തെത്തിയത്. CBIയിൽ നിന്ന് വിരമിച്ച സ്റ്റെനോഗ്രാഫറാണ് താൻ എന്നാണ് സുജാത ഭട്ട് പറഞ്ഞിരുന്നത്. അവർ പറയുന്ന കഥ ഇങ്ങനെയാണ്. അതായത് 2003 മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ 1ാം വർഷ MBBS വിദ്യാർത്ഥിനിയായ മകൾ അനന്യ സുഹൃത്തുക്കൾക്കൊപ്പം ധർമ്മസ്ഥല ക്ഷേത്രത്തിലേക്ക് യാത്ര പോയതായിരുന്നു. പിന്നീട് കുട്ടിയുടെ യാതൊരു വിവരവുമില്ല. സഹപാഠിയായ രശ്മിയിൽ നിന്ന് സുജാതയ്ക്ക് ഫോൺ കോൾ വരുമ്പോഴാണ് അനന്യയെ കാണാനില്ല എന്നുള്ള വിവരം അറിയുന്നത്. കോളേജ് ഹോസ്റ്റലുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ 2-3 ദിവസമായി അനന്യയെ കാണാനില്ല എന്ന് അവരും പറഞ്ഞു. കൊൽക്കത്തയിൽ നിന്ന് ധർമ്മസ്ഥലയിലേക്ക് ഓടിയെത്തിയ അവർ മകളുടെ ഫോട്ടോ നാട്ടുകാർക്കും ക്ഷേത്ര ജീവനക്കാർക്കും കാണിച്ചു കൊടുത്ത് അന്വേഷണം ആരംഭിച്ചു. അനന്യയുടെ വിവരണവുമായി പൊരുത്തപ്പെടുന്ന ഒരു യുവതിയെ ക്ഷേത്ര ജീവനക്കാർ അകമ്പടി സേവിക്കുന്നതും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് കണ്ടതായിട്ട് നിരവധി നാട്ടുകാർ പറഞ്ഞു. പക്ഷെ ബെൽത്താങ്കടി പോലീസ് അതൊന്നും അംഗീകരിച്ചില്ല. എന്റെ പരാതി രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥർ വിസമ്മതിക്കുകയും മകൾ ഒളിച്ചോടിയതായിട്ട് ആരോപിക്കുകയും ചെയ്തു. തുടർന്ന് ഞാൻ ധർമ്മസ്ഥല ധർമാധികാരിയായ ഡോക്ടർ D വീരേന്ദ്ര ഹെഗ്ഡെ സമീപിച്ചു. പക്ഷേ ഫലമുണ്ടായില്ല. തുടർന്ന് അതിഭീകരമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടായത്. ആ രാത്രിയിൽ നിരാശയോടെ ക്ഷേത്രത്തിന് പുറത്തിരിക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച ചില പുരുഷന്മാർ തങ്ങൾക്ക് ചില വിവരമുണ്ടെന്ന് അവകാശപ്പെട്ട് എന്നെ കൂട്ടിക്കൊണ്ടുപോയി. സുജാതെ അവർ കെട്ടിയിട്ട് വായ് മൂടിക്കെട്ടി ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഇരുണ്ട മുറിയിൽ രാത്രി മുഴുവനും തടങ്ങിൽ വെച്ചു. മിണ്ടാതിരിക്കാൻ അവരെന്നെ ഭീഷണിപ്പെടുത്തി ആക്രമിച്ചു. ഒടുവിൽ എന്റെ തലയിൽ അടിച്ചു.
അതോടെ അവരുടെ ബോധം പോയി. 3 മാസത്തോളം കോമയിൽ തുടർന്നു. ഓർമ്മ വരുമ്പോൾ ബംഗളൂരിലെ ഒരു ആശുപത്രിയിലാണ്. എങ്ങനെ അവിടെ എത്തിയെന്ന് ഓർമ്മയില്ലായിരുന്നു. ID, ബാങ്ക് രേഖകൾ, സ്വകാര്യ വസ്തുക്കൾ എന്നിവയുൾപ്പെടെയുള്ള വസ്തുക്കൾ നഷ്ടപ്പെട്ടു. ആ ആക്രമണത്തിൽ അവരുടെ തലയിൽ 8 തുന്നലുകളാണ് വേണ്ടി വന്നത്. ഇതായിരുന്നു സുജാത ഭട്ട് അന്ന് പോലീസിന് നൽകിയ മൊഴി. പക്ഷേ അന്വേഷണം പുരോഗമിക്കവേ സുജാത ഭട്ട് മൊഴി മാറ്റി. തനിക്ക് അങ്ങനെ ഒരു മകളില്ല എന്നും ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് വെളിപ്പെടുത്തൽ നടത്തിയെന്നാണ് സുജാത പറഞ്ഞത്. ആക്ഷൻ കമ്മിറ്റി ഭാരവാഹികളായ ഗിരീഷ് മട്ടന്നവരും ജയന്തിറ്റി തുടങ്ങിയവരുടെ നിർബന്ധ പ്രകാരമാണ് ഇത്തരം കാര്യം പറഞ്ഞതെന്ന് സുജാത ഭട്ട് പറഞ്ഞു. ഇൻസൈഡ് റഷ് എന്ന യൂട്യൂബ് ചാനൽ നൽകിയ ഒരു ഇന്റർവ്യൂയിലൂടെയാണ് സുജാതയുടെ ഈ ഒരു പരാമർശനം. അനന്യയുടേത് പറഞ്ഞു കാണിച്ച ചിത്രവും വ്യാജമായിരുന്നു. മണിപ്പാൽ കസ്തൂർബ മെഡിക്കൽ കോളേജിൽ അങ്ങനെ ഒരു കുട്ടി പഠിച്ചിരുന്നുമില്ല. അത് അവരുടെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ കുട്ടിയാണ്. 99-ഉം 2005-നും ശിവമോഗയിലെ റിപ്പൺപേട്ടിലെ പ്രഭാകർ മാലിക എന്ന വ്യക്തിയുമായിട്ട് സുജാത ലിവ് ഇൻ ബന്ധത്തിലായിരുന്നു എന്നാണ് കന്നഡ മാധ്യമങ്ങൾ നടത്തിയ ഒരു അന്വേഷണത്തിൽ പറഞ്ഞത്. അവർക്ക് കുട്ടികളുമില്ലായിരുന്നു. ഇവർ മകൾക്ക് പകരം പട്ടികളെയാണ് വളർത്തിയിരുന്നത്. 2003-ൽ കന്നഡ പ്രാദേശിക മാസികയിൽ അവരുടെ ഫോട്ടോ ഉൾപ്പെടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു. പട്ടികളാണ് തന്റെ കുട്ടികൾ എന്നായിരുന്നു അന്ന് അവർ പറഞ്ഞിരുന്നത്. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോഴാണ് അവരുടെ മാനസിക നിലയിൽ സംശയം വരിക. മാത്രവുമല്ല, ഇവരൊരു അർബൻ മാവോയിസ്റ്റ് ആണെന്നുള്ള കന്നഡ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇതിലും അന്വേഷണം നടക്കുകയാണിപ്പോൾ. നിലവിലെ സുജാത ഭട്ടിനെതിരെ കേസ് എടുത്തിട്ടൊന്നുമില്ല. അവർ താമസിക്കുന്ന വീടിന് മുന്നിലും പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തന്റെ മുത്തച്ഛന്റെ സ്വത്തുക്കൾ തന്നോട് ചോദിക്കാതെ കൈമാറിയ ഒരു കേസുമായി ബന്ധപ്പെട്ട് താൻ മാനസികമായിട്ട് അസ്വസ്ഥയായിരുന്നു എന്നാണ് സുജാത ഭട്ട് ഇപ്പോൾ പറയുന്നത്. അതുമാത്രവുമല്ല, ഒരു ഹിന്ദു ക്ഷേത്രമായ ധർമ്മസ്ഥല ജൈന ട്രസ്റ്റ് നിയന്ത്രിക്കുന്നതിൽ തനിക്ക് പ്രശ്നമുണ്ടായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും ധർമ്മസ്ഥലയിലെ സ്ത്രീകളുടെയും കുട്ടികളുടെയും മൃതദേഹങ്ങൾ കുഴിച്ചുമൂടിയതിന് തെളിവെന്ന് പറഞ്ഞ് ഹാജരാക്കിയ ആ ഒരു തലയോട്ടി തനിക്ക് കൈമാറിയവരെ കുറിച്ചും അറസ്റ്റിലായ മുൻ ശുചീകരണ തൊഴിലാളി CN ചിന്നയ്യ അന്വേഷണ സംഘത്തിന് മൊഴി നൽകിയതായിട്ടുള്ള സൂചനയും പുറത്തു വരുന്നുണ്ട്. ആ ഒരു തലയോട്ടി പുരുഷന്റേതാണെന്നും 40 വർഷം പഴക്കമുണ്ടെന്നും ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞിരുന്നു. ബലാത്സംഗത്തിന് ഇരയായ സ്ത്രീയുടെ തലയോട്ടിയാണെന്നാണ് ഇയാൾ അന്ന് അവകാശപ്പെട്ടത്. ഇതിനകം തന്നെ ആക്ഷൻ കമ്മിറ്റി പ്രവർത്തകനായ മഹേഷ് ഷെട്ടി തിമ്മരോടിയുടെ ജിറയിലെ വീട്ടിലെ പ്രത്യേക അന്വേഷണ സംഘം പരിശോധന നടത്തി. ചിന്നയുടെ സാന്നിധ്യത്തിലായിരുന്നു ഈ ഒരു പരിശോധന. ഇയാൾ കഴിഞ്ഞ 2 മാസം മഹേഷ് ഷെട്ടിയുടെ വീട്ടിൽ താമസിച്ചതായിട്ടാണ് സൂചന. നഷ്ടപ്പെട്ടു എന്ന് ചിന്നയ്യ പറഞ്ഞ മൊബൈൽ ഫോൺ ഇവിടെ നിന്ന് കണ്ടെത്തിയതായിട്ടും വിവരമുണ്ട്. SIT ഉദ്യോഗസ്ഥൻ ജിതേന്ദ്ര കുമാർ ദയാമിന്റെ നേതൃത്വത്തിലായിരുന്നു ഈ ഒരു പരിശോധന. യൂട്യൂബറായിട്ടുള്ള MD സമീറും മഹേഷ് ഷെട്ടിയുമായിട്ട് ബന്ധമുണ്ടോ എന്നും അന്വേഷിക്കുന്നുണ്ട്. മഹേഷ് ഷെട്ടിയുടെ സഹോദരനായിട്ടുള്ള മോഹൻ ഷെട്ടിയുടെ വീട്ടിലും പരിശോധന നടന്നു. അതിനിടയിൽ തന്നെയാണ് 2003-ൽ മകളെ ധർമ്മസ്ഥലയിൽ വെച്ച് കാണാതായെന്ന് ആരോപിച്ചത് കള്ളമാണെന്ന്, ചിലരുടെ ഭീഷണിക്ക് വഴങ്ങിയാണ് അത് ചെയ്തതെന്ന് വെളിപ്പെടുത്തിയ സുജാത ഭട്ട് SIT ഓഫീസിൽ ചോദ്യം ചെയ്യലിനും ഹാജരായിട്ടുണ്ട്. ധർമ്മസ്ഥലയിൽ കൊലപാതക പരമ്പരകൾ നടന്നു എന്നായിരുന്നു മുൻ ശുചീകരണ തൊഴിലാളിയായ ചിന്നയുടെ വെളിപ്പെടുത്തൽ. ധർമ്മസ്ഥലയിൽ മഞ്ജുനാഥ ക്ഷേത്ര അധികാരികളുടെ ഭീഷണിക്ക് വഴങ്ങി 100-ലേറെ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന വെളിപ്പെടുത്തൽ രാജ്യത്തെ ആകെ ഞെട്ടിച്ചു. പിന്നാലെ സുജാത ഭട്ടും മകളെ കാണാനില്ല എന്നുള്ള ആരോപണവുമായിട്ട് എത്തി. നീണ്ട നാളത്തെ അന്വേഷണത്തിനൊടുവിലാണ് ഇരുവരുടെയും ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയത്. ചിന്നയുടെ വാദങ്ങൾ പൊളിച്ചത് മൊഴിയിലെ വൈരുദ്ധ്യവും ഹാജരാക്കിയ തെളിവുകളുമാണ്. ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ തന്നെ പേരിൽ ചിന്നയ്യ ഒരു തലയോട്ടി പോലീസിന് മുന്നിൽ ഹാജരാക്കിയിരുന്നല്ലോ. അത് പുരുഷന്റെ തലയോട്ടിയാണെന്നുള്ളത് ഫോറൻസിക് പരിശോധനയിൽ തെളിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അതാണ് ഒരു വഴിത്തിരിവായത്. അന്വേഷണ സംഘത്തിന് സംശയം തോന്നിയതും അതുകൊണ്ട് തന്നെയാണ്. മൃതദേഹങ്ങൾ കുഴിച്ചിട്ടതായിട്ട് ചിന്നയ്യ ചൂണ്ടിക്കാട്ടിയ സ്ഥലങ്ങൾ കുഴിച്ച് പരിശോധിക്കുന്നതോടൊപ്പം തന്നെ ഇയാളുടെ താമസ സ്ഥലത്ത് പോലീസ് അന്വേഷണവും നടത്തി. പ്രശസ്തിക്ക് വേണ്ടിയിട്ടാണ് ചിന്നയ്യ ആരോപണം ഉന്നയിച്ചതെന്നാണ് ഭാര്യ പോലീസിനോട് പറഞ്ഞത്. ചോദ്യം ചെയ്യലിനിടെ തലയോട്ടി മറ്റൊരിടത്ത് നിന്ന് സംഘടിപ്പിച്ചതാണെന്നും ഇയാൾ തുറന്നു പറഞ്ഞു. മനുഷ്യ അവശിഷ്ടങ്ങളുടെ ഫോറൻസിക് പരിശോധനാ ഫലങ്ങളും ചിന്നയുടെ വാദങ്ങൾക്കും എതിരായിരുന്നു. ഇതോടെ ഇയാളെ അറസ്റ്റ് ചെയ്തു. 1998 2014-ൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന ചിന്നയുടെ വെളിപ്പെടുത്തലിൽ ജൂലൈ 3-നാണ് കോടതി നിർദ്ദേശപ്രകാരം അന്വേഷണം ആരംഭിച്ചത്.